ഇന്ന് പറയാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചോദിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണത്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ബ്രാഞ്ചസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും, അവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവിടെ സ്റ്റോക്ക് ട്രാൻസ്ഫർ വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോക്കൽ ബ്രാഞ്ച് ആയിരിക്കും, അതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം GST നമ്പർ തന്നെ ആയിരിക്കും. അതായത് ഹെഡ് ഓഫീസിന്റെ GST നമ്പറും ബ്രാഞ്ചിന്റെ GST നമ്പറും സെയിം തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ബ്രാഞ്ച് തന്നെ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് GST നമ്പർ ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ IGST ആയിരിക്കും അപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ഈ 3 കണ്ടീഷനും ഇന്ന് വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സ്റ്റോക്ക് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ബ്രാഞ്ചസ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എനിക്കും ഒരു ഫേവർ ചെയ്തു തരണം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ വീഡിയോന് റീച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോന് വളരെ റീച്ച് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കാരണം നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അത് കാണുമ്പോഴാണ് നമുക്ക് പുതുതായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ടാലി പ്രൈമിൽ എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റിലായിട്ട് നമുക്ക് വേണ്ടത് ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലോക്കൽ ബ്രാഞ്ചാണ്, സെയിം GST നമ്പർ ഉള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്രൂപ്പുകളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മൾക്ക് സ്റ്റോക്ക് കിട്ടണ ഒരു ഗ്രൂപ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് ഇവിടെ ആണെന്നുവെച്ചെങ്കിൽ അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നാച്ചർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ 4 എണ്ണം ഉണ്ട്. അസറ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുകയാണല്ലോ ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ ഏതിലേക്ക് കൊടുത്തു? എക്സ്പെൻസസ് ഉള്ള ഗ്രൂപ്പിലേക്ക് കൊടുത്തു. ഡസ് ഇറ്റ് അഫക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളടത്ത് യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി ഞാൻ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടണത്, പിന്നെ ഒന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് കൊടുത്തത്? അണ്ടർ പ്രൈമറി കൊടുത്തു. അതെന്താണ്? നമുക്ക് ഇൻകം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡസ് ഇറ്റ് അഫക്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ലെഡ്ജറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഡ്ജറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ലെഡ്ജറാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ പേര് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ കമ്പനിയാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തു എറണാകുളം ബ്രാഞ്ച് സെയിം GST എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കാരണം അതിൻ്റെ GST നമ്പർ സെയിം തന്നെയാണ്. ഇതിന് അണ്ടർ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓർ ഡിവിഷൻസ് കൊണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രാഞ്ച് ഓർ ഡിവിഷൻസ് എന്നുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ടാലിയിൽ ഓൾറെഡി ഉണ്ട് ബ്രാഞ്ച് ഓർ ഡിവിഷൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ ഉള്ളതിന് ബാങ്ക് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് പോലെ തന്നെ ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ള ഗ്രൂപ്പ് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് സെലക്ട് ചെയ്തിട്ട് കൊടുത്തത്. ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇവിടെ സേവ് ചെയ്യണം. അപ്പോൾ ഇതിലെ സെയിം GST നമ്പർ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്.
നമ്മുടെ ഏത് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള GST നമ്പർ തന്നെയാണ് ഇവിടെയും, കാരണം ഇത് സെയിം GST ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെഡ്ജറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലെഡ്ജർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കണതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടണതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടർ കൊടുക്കലാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് പറഞ്ഞിട്ട്, അതിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. കാരണം നമുക്ക് കിട്ടണതാണല്ലോ. അപ്പോൾ കിട്ടണ ഇതാണെങ്കിൽ നമ്മളിവിടെ ഗ്രൂപ്പ് എന്താണ്, ആ കൊടുത്ത ഗ്രൂപ്പിലേക്ക് തന്നെയാണ് ഇത് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ ഈ GST ആപ്ലിക്കബിൾ എന്നുള്ളടത്ത് ആപ്ലിക്കബിൾ കൊടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ നോ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഔട്ട്വേർഡ് കൊടുക്കണത്, അത് നമ്മൾ ഏതിലേക്കാണ് കൊടുത്തത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ട്, കാരണം കൊടുക്കുകയാണല്ലോ ചെയ്യണത്. അതിലേക്ക് കൊടുത്തു. GST ആപ്ലിക്കബിൾ എന്നുള്ളടത്ത് ആപ്ലിക്കബിൾ കൊടുത്തു. സെറ്റ് ഓൾട്ടർ GSTയുടെ അവിടെ നോ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സ് കൊടുത്തു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. പിന്നെ ടാക്സിൻ്റെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. CGSTയും അതേപോലെ തന്നെ SGST എന്നുള്ള ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഫസ്റ്റിൽ നമ്മളിപ്പോൾ പർച്ചേസ് ആണ് ചെയ്യണത്. അപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റിൽ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ലോക്കൽ പർച്ചേസ് ആണ്, സെയിം GSTയിലേക്കുള്ളതാണ്. ലോക്കൽ ബ്രാഞ്ച് സെയിം GST ആണ്. അപ്പോൾ ഇവിടെ അത് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ സെയിം GST ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും പർച്ചേസ് ലെഡ്ജർ എന്ന് ചോദിക്കും. അപ്പോൾ പർച്ചേസ് ലെഡ്ജർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ വരും. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഷോമോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷോമോർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻവേർഡ് എന്ന് പറഞ്ഞിലേക്കാണ് കൊടുക്കേണ്ടത്, കാരണം കിട്ടുകയല്ലേ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, നമ്മൾ എൻ്റർ അടിച്ചു. ഇനി നമ്മളിവിടെ ഐറ്റം, ഞാനിവിടെ ഓൾറെഡി ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫർണിച്ചർ എന്ന് പറഞ്ഞ ഐറ്റം. ഈ ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് നോക്കാം. അത് നോക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിറ്റ് നമ്പർ കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഈ GST ആപ്ലിക്കബിൾ എന്നുള്ളത് ആപ്ലിക്കബിൾ കൊടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ ഡിസ്ക്രിപ്ഷനും HSN കോഡും ഒക്കെ കൊടുക്കാം. ഓൺ വാല്യൂ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ടാക്സിൻ്റെ റേറ്റ് 18% കൊടുത്തു. ഗുഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു. നമുക്ക് ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 100 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തു. ഇവിടെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഒരു 23,000 കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 ആണ് കേട്ടോ പ്രസ് ചെയ്യേണ്ടത്. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ എന്ത് ഡീറ്റെയിൽ ആയിട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് കൊടുത്താൽ മതി. ഇപ്പോൾ അവിടെ ആ പർച്ചേസിൻ്റെ ലെഡ്ജർ വന്നിട്ടില്ല വിചാരിക്കുക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസ് കോമൺ ലെഡ്ജർ അലോക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് കോമൺ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ഐറ്റം അലോക്കേഷൻ എന്നുള്ളത്. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ പർച്ചേസ് ഉള്ള ലെഡ്ജർ അവിടെ കാണിക്കുള്ളൂ, എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വരില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് F12 അടിച്ചാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നുള്ളത് മാത്രം. ഇത് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫർണിച്ചറിൻ്റെ ക്വാണ്ടിറ്റി റേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇതിപ്പോൾ ലോക്കലാണ്, കാരണം വെച്ചാൽ സെയിം GST ആണ്. അപ്പോൾ എന്താണ് ടാക്സ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് ഇവിടെ ടാക്സ് അനാലിസിസ് Alt A പ്രസ് ചെയ്താൽ മതി. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫർണിച്ചറിൻ്റെ എമൗണ്ട് ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ടാക്സിൻ്റെ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു പർച്ചേസാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പർച്ചേസ് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ ഗോ ടൂല് പോയി ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡീറ്റെയിൽഡ് എടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കും സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എമൗണ്ട് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് ലോക്കൽ ബ്രാഞ്ച് തന്നെയാണ്, പക്ഷേ എന്താണ് അവിടെ ഡിഫറൻറ്റ് GST ആണുള്ളത്. അപ്പോൾ അവിടെ എന്താണ് ടാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം. ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ നമ്മൾ വേറൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലോക്കൽ ബ്രാഞ്ച് ഡിഫറൻറ്റ് GST എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഏതിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്, ബ്രാഞ്ച് ഓർ ഡിവിഷനിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വേറെ GST നമ്പർ ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അവിടുത്തെ GST നമ്പർ അല്ല, കാരണം ഡിഫറൻറ്റ് GST ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് GST കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇനി അതിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ പാർട്ടി ഏതാണ് കൊടുക്കേണ്ടത്, ലോക്കൽ ബ്രാഞ്ച് ഡിഫറൻറ്റ് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിലേക്കാണ് കൊടുക്കേണ്ടത്, നമുക്ക് കിട്ടുക തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇൻവേർഡ് എന്നുള്ളതിലേക്കാണ്, സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻവേർഡ് എന്നുള്ളതിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഐറ്റം കൊടുക്കാം, ഫർണിച്ചർ കൊടുത്തു. ഇപ്പോൾ ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 50 എണ്ണം വാങ്ങിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മളിപ്പോൾ GST കൊടുക്കണം, കാരണം എന്താ വെച്ചാൽ ഡിഫറൻറ്റ് GST നമ്പർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ CGST, ഇപ്പോൾ CGST ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വീണ്ടും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സെയിലാണ് ചെയ്യണമെങ്കിൽ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ലോക്കൽ ബ്രാഞ്ച് ഡിഫറൻറ്റ് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഷോ മോർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും. അപ്പോൾ നമ്മൾ എന്താണ് ഔട്ട്വേർഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം കൊടുക്കല്ലേ ചെയ്യേണ്ടത്, പോവല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഔട്ട്വേർഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 15 കൊടുത്തു. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഒരു 32,000 കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി നമുക്ക് എന്താണ് ഇവിടെ CGST SGST, കാരണം ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യും. ഇപ്പം നമ്മളിത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ 2 കണ്ടീഷൻ നോക്കി. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മളെന്താണ് ഇൻ്റർ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്, വേറൊരു സ്റ്റേറ്റിലുള്ള ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഗുഡ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻ്റർസ്റ്റേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ബ്രാഞ്ച് ഓർ ഡിവിഷൻസിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വേറെ സ്റ്റേറ്റാണ്. ഇപ്പോൾ തമിഴ്നാടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, കാരണം ഈ ബ്രാഞ്ച് തമിഴ്നാട്ടിലുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട് കൊടുത്തു, അതിൻ്റെ GST നമ്പർ കൊടുക്കാം. അത് മാത്രം അവിടെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ IGST ആണ് വരേണ്ടത്. IGST വരണമെങ്കിൽ വേറെ സ്റ്റേറ്റ് കൊടുത്താൽ മാത്രമാണ് IGST വരുള്ളൂ. ഇത് എൻ്റർ അടിച്ചു, എൻ്റർ. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കുകയുള്ള ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് കൊടുക്കേണ്ടത്, ഇവിടെ സാധാരണ പോലെ തന്നെ എന്താണ് സ്റ്റോക്ക് റിസീവ്ഡ്, ഇവിടെ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻവേർഡിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫർണിച്ചർ ആണെങ്കിൽ ഇവിടെ ഒരു 10 എണ്ണം വാങ്ങിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, IGST ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ IGST ഞാൻ ഓൾറെഡി IGST ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, IGST കൊടുത്തു. അപ്പോൾ IGST ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ 3 കണ്ടീഷൻ നോക്കി. സെയിം GST ഉള്ളത് നോക്കി, ഡിഫറൻറ്റ് GST ഉള്ളത് നോക്കി, ഇനി ഇൻ്റർസ്റ്റേറ്റിലേക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കി. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു, നമ്മളെ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് മന്തിലാണെന്നുള്ളത് കാണിക്കും. ഇവിടെ 3 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ലോക്കൽ ബ്രാഞ്ച് സെയിം GST ആയിരുന്നു, ഡിഫറൻറ്റ് GST ഉണ്ട്, ഇൻ്റർസ്റ്റേറ്റ് ബ്രാഞ്ചും ഉണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷനും അതിൻ്റെ എമൗണ്ടും ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ഔട്ട്വേർഡ് എടുത്തതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് ട്രാൻസ്ഫർ ഔട്ട്വേർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഔട്ട്വേർഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ടാക്സിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. GST എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഗോ ടൂവിൽ പോയി നമ്മളാണെങ്കിൽ GST റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ GSTR2 സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ GSTR2 സെലക്ട് ചെയ്തെടുത്തതിൻ്റെ ഇവിടെ നമ്മുടെ 3 ഇൻവോയ്സുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എറണാകുളം ബ്രാഞ്ച് സെയിം GST ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറൻറ്റ് GST ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് ബ്രാഞ്ചും ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. ഇനി നമുക്ക് വീണ്ടും ഇവിടെ നമ്മൾ പോയിട്ട് GST റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ 3B സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 3B എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. ഒരു സെയിൽസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ നമ്മൾ ടാലി പ്രൈമിൽ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ.